السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെ ജബ്ബാറിൻ്റെ ഖുർആൻ ക്ലാസും സി.എച്ച്. മുസ്തഫ മൗലവിയുടെ മാനവിക ഇസ്ലാമും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഇടവേള സംഭവിച്ചത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ ഖുർആനിലെ 101-ാമത്തെ സൂറത്ത് ഖാരിയ. ഈ സൂറയിൽ 11 ആയത്തുകളാണുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇനി നമ്മളെ ജബ്ബാർ മാഷിക്ക് ചിലത് പറയാനുള്ളത്. ഇപ്പോൾ ജബ്ബാർ മാഷ് പറയണത് ഖുർആനിൻ്റെ ക്രോണോളജി അനുസരിച്ച് ആണ് നമ്മൾ ഇതുവരെ ഖുർആൻ വിശകലനം ചെയ്തു പോന്നിട്ടുള്ളത്. അതിന് കാരണം അങ്ങനെ ആവുമ്പോൾ മാത്രമേ മുഹമ്മദിൻ്റെ മാനസികാവസ്ഥയും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള ഖുർആനിൻ്റെ രീതി മറ്റൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഖുർആൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഖുർആൻ എത്രമാത്രം മോശപ്പെട്ട ഒരു സാധനമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് മൂപ്പരുടെ വിടുവായത്വം. അത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നമ്മൾക്ക് അത്ഭുതമൊന്നുമില്ല. പിന്നെ മൂപ്പരുടെ ഒരു മഹത്വം പറയുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, സൂറത്ത് ഖുറൈശ്, ലീലാഫി ഖുറൈശ് എന്ന സൂറത്തിൻ്റെ അവസാനത്തിൽ അത്അമഹും അല്ലദീ അത്അമഹും മിൻ ജൂഅ് എന്നിടത്ത് മൂപ്പർക്ക് അബദ്ധം പിണഞ്ഞു. അത് അത്അമ എന്ന് പറയേണ്ടിടത്ത് അത്മഅഹും എന്ന് പറഞ്ഞുപോയി. അത് ശ്രദ്ധിക്കാതെ വന്നൊരു അബദ്ധമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ട്, അതിൻ്റെ കമാൻസിൽ ഒരു ശ്രോതാവ് ഒരു പരിഹാസപൂർവം ഖുർആൻ പോലും പാരായണം ചെയ്യാൻ കഴിയാത്ത ആളാണ് ജബ്ബാർ മാഷ് എന്ന് പരിഹസിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ കേട്ട ആ വീഡിയോ പിന്നീട് തിരുത്തി രണ്ടാമത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ മതത്തെ വിമർശിക്കുന്ന ആളുകൾ ഒരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം നീണ്ടു നിൽക്കും. അപ്പോൾ അത് മതത്തിൻ്റെ ആളുകൾക്ക് നമ്മളെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു കാരണമായി തീരും. അതുകൊണ്ടാണ് അത് ആ രീതിയിൽ രണ്ടാമത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നാണ്. ഇതിൽ നിന്ന് ശ്രോതാവിന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി എന്താണ്? ജബ്ബാർ മാഷ് എത്ര മനഃശുദ്ധിയുള്ള ആളാണ്, ശുദ്ധഗതിക്കാരനല്ല. അദ്ദേഹം എത്ര മനഃശുദ്ധിയുള്ള ആളാണ്. ഒരു ചെറിയ അബദ്ധം പിണഞ്ഞു പോയിട്ട് അതുപോലും തിരുത്താൻ മാത്രം അത്രക്ക് യാതൊരു അബദ്ധവും വന്നു പോകരുതെന്ന് കണിശമാതയുള്ള ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരി തന്നെ ആയിരിക്കില്ലേ എന്ന് ശ്രോതാവിന് തോന്നാം. അത് ഈ രംഗത്ത് ആവശ്യമാണ്. കാരണം താൻ ആരാണെന്ന് തന്നെ പൊക്കി പറയുമ്പോഴല്ലേ മറ്റുള്ളവർ തന്നെ പൊക്കുകയുള്ളൂ. ഖുർആനിനെ ഇകഴ്ത്തി പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജബ്ബാർ മാഷ് സ്വയം തന്നെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് അറബി അറിയില്ല. അദ്ദേഹം 10ാം ക്ലാസ്സിൽ
അറബി പേപ്പറിൽ പകുതി മാർക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. അതായത് 100-ൽ 50 അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പിന്നെ അറബി ഭാഷ പഠിച്ചതിനെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ ഒരു രംഗത്ത് ഈ സൂറത്ത് ഖുറൈശിന് മാത്രമല്ല, അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുള്ള 30ഓളം ക്ലാസ്സുകൾ, ഇതിപ്പോൾ 31ാമത്തെ ക്ലാസ്സിലാണിത് പറയുന്നത്. അപ്പോൾ ഈ 30ഓളം ക്ലാസ്സുകളിൽ അദ്ദേഹം ഓതിയിട്ടുള്ള ഖുർആനിക വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എവിടെയൊക്കെ അബദ്ധങ്ങളുണ്ട് എന്ന് ഖുർആൻ്റെ പാരായണ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ജബ്ബാർ മാഷ് വിചാരിക്കുന്നത് മൂപ്പർക്ക് അതിലൊന്നും തെറ്റുപറ്റിയിട്ടില്ല, അക്ഷരം വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അക്ഷരം ഉച്ചരിക്കേണ്ട വിധത്തിലാണോ ഉച്ചരിച്ചിട്ടുള്ളത്, ഖുർആൻ പാരായണം ചെയ്യേണ്ട വിധത്തിലാണോ പാരായണം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ജബ്ബാർ മാഷ് ഉരുളേണ്ടി വരും. പക്ഷെ ആ ഉരുളിച്ച അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമല്ല. ഇവിടെ ആരോ ഒരു കമാൻഡ് ഇട്ടതിൻ്റെ പേരിൽ അദ്ദേഹം തിരുത്തിയത് എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം സ്വന്തം മഹത്വം വ്യക്തമാക്കുന്നത്. ആവട്ടെ, അദ്ദേഹം മഹാനാണ്, ചെറിയ തെറ്റ് വന്നാൽ പോലും തിരുത്തുന്ന ആളാണ് എന്നൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പിന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഖാരിഅ, ഈ 101ാമത്തെ സൂറത്തിനെ പറ്റി പറയുന്നത് ഇതൊരു പടുപാട്ടാണെന്ന്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി എന്താണ്, പടുപാട്ട് എന്താണെന്ന് പോലും അറിയാത്ത മനുഷ്യനാണ് ഇയാൾ എന്നാണ്. കാരണം പടുപാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടന്മാർ സാധാരണഗതിയിൽ പാടുന്ന, അതിന് ചിലപ്പോൾ കുത്തും കൊമ്മയും വൃത്തവും ഒന്നും ഉണ്ടാവില്ല, പാട്ടിൻ്റെ രൂപം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള പാട്ടുകൾക്കാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ പടുപാട്ട് എന്ന് പറയാം. എന്നാൽ ഈ സൂറത്ത് ഖാരിഅ എന്ന് പറയുന്നത്, ഒന്ന് ഖുർആൻ ഒരു പാട്ടാണോ എന്ന് ചോദിച്ചാൽ ഖുർആൻ പാട്ടാണ് എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല, അത് തെളിയിക്കാനും സാധ്യമല്ല. കാരണം അറബി ഭാഷയിൽ പാട്ടിൻ്റെ, അതായത് കവിതയുടെ ആ രീതിയിലല്ല ഖുർആനിൻ്റെ ആവിഷ്കാരം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഖുർആൻ തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വമാ അല്ലംനാഹു ശിഅറ, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നബിക്ക് കവിത പിന്നെ പാടാനല്ലെങ്കിൽ കവിത രചിക്കാൻ അറിയില്ല. എപ്പോഴെങ്കിലും ഒരു കവിത പാടിയിട്ടില്ല എന്നല്ല, അത് പാട്ടറിയാത്ത ഏതൊരാൾക്കും ചിലപ്പോൾ നാടൻ പാട്ട് അയാളുടെ നാക്കിൽ വരാം. കവിത എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്, വൃത്ത നിബദ്ധമായിരിക്കും അത്. വിശേഷിച്ചും അറബി കവിതകൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വൃത്ത നിബദ്ധമായിട്ടുള്ള കവിതകളാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ മലയാള കവിതകൾ പോലും അടുത്ത കാലം വരെ വൃത്ത നിബദ്ധമായിരുന്നു. ഇപ്പോഴാണ് വൃത്തത്തിന് നിന്ന് അതിൻ്റെ പുറംകണ്ടം ചാടിക്കൊണ്ടുള്ള കവിതകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കവിതയല്ല ഖുർആൻ തന്നെ പറയുന്നതാണ്. പക്ഷേ ജബ്ബാർ പറയുന്നത് ഇതൊരു പടുപാട്ടാണെന്ന്. അപ്പോൾ പടുപാട്ടെന്താണ്, പാട്ടെന്താണ്, കവിത എന്താണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത, അങ്ങനെയാണല്ലോ ഈ യുക്തിവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സഹൃദയത്വം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്ക് തീരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർക്ക് സഹൃദയത്വം, ഒരു സാഹിത്യ ഗ്രന്ഥം അത് വായിച്ചിട്ട് അത് ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഖുർആനെ സംബന്ധിച്ച് ഏതൊരു സാഹിത്യ അഭിരുചിയുള്ള ആളെ സംബന്ധിച്ച്, ആൾ ഖുർആനിൽ വിശ്വസിക്കണമെന്നൊന്നുമില്ല, എന്നാൽ പോലും ഖുർആനിലെ ഭാഷയെ സംബന്ധിച്ചോ അതിൻ്റെ വാക്യഘടനകളെ സംബന്ധിച്ചോ അങ്ങനെയുള്ള ഒരാൾ ആക്ഷേപം പറയലാണുള്ളത് ഉറപ്പാണ്. പക്ഷേ വിവരമില്ലാത്തവർക്കാണല്ലോ കൂടുതൽ വിഡ്ഢിത്തങ്ങൾ പറയാൻ കഴിയുക. അതുകൊണ്ട് ജബ്ബാർ മാഷ് ഇതിനെ പടുപാട്ട് എന്ന് പറയുന്നു. മാത്രമല്ല, ഇതിലൊരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മൂപ്പർ പറയുന്നുണ്ട്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് മൂപ്പർ പറയണമെന്നില്ല.
അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞെങ്കിലല്ലേ നമുക്ക് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അത് സാധ്യമാവുള്ളൂ. മൂപ്പരുടെ മഹാപാണ്ഡിത്യം അറബി ഭാഷയിലൊക്കെ ഉള്ള ആ മഹാപാണ്ഡിത്യം വെച്ചിട്ട് അതൊന്ന് പറഞ്ഞു തന്നാൽ നമ്മൾക്കും മനസ്സിലാക്കാം. കാരണം ഖുർആനിനെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക് പറഞ്ഞു തന്നാലും മനസ്സിലാകാതെ പോവില്ല. അപ്പോൾ അത് മൂപ്പർ പറയണമില്ല. എന്ന് പറഞ്ഞാൽ ഖുർആനിനെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി പറയാൻ കഴിയുമോ ആ നിലക്കൊക്കെ ഇകഴ്ത്തി പറയുക, തന്നെ എങ്ങനെയൊക്കെ മഹത്വപ്പെടുത്താൻ കഴിയുമോ ആ നിലക്കൊക്കെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ജബ്ബാർ മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ ഖുർആനിൻ്റെ ക്രോണോളജിയും മറ്റും ഒക്കെ എടുത്ത് പറയുന്നു. എന്നിട്ട് അതിലെ പുരോഗതി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോനില പോലുള്ള സംഗതികൾക്ക് അത് തെളിവായി എടുക്കുന്നു. അപ്പോൾ ഈ ഖുർആൻ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോനില സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ജബ്ബാർ മാഷ് സ്വന്തം മനോനില എന്താണെന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുണ്ടാവുക? ഒരു മനുഷ്യൻ നിരന്തരം ഒരു ഗ്രന്ഥത്തിൽ അതിൽ യാതൊരു ഗുണവും കാണാതെ അതിലെ എല്ലാം അബദ്ധങ്ങളും തെറ്റുകളും പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തതുമൊക്കെ ആയിട്ട് ചിത്രീകരിക്കുമ്പോൾ ഈ മനുഷ്യന് എന്തോ മാനസികമായി തകരാറുണ്ട് എന്ന് മറ്റാരോ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഇയാളെങ്ങനെ വിലയിരുത്തും എന്നുള്ളത് അയാൾ തന്നെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് അവരുടെ മനോനിലയെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് സ്വന്തം മനോനിലയാണല്ലോ മനുഷ്യൻ പരിശോധിക്കേണ്ടത്. പക്ഷേ സ്വന്തം മനോനില പരിശോധിക്കാൻ കഴിയാതെ പോവുമായിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് മാനസിക വിഭ്രാന്തിയും മനോരോഗമുള്ള ആളുകൾക്കായിരിക്കും. മനോരോഗമുള്ള ആളുകൾ സ്വന്തം മനസ്സിന് അങ്ങനെ രോഗമുണ്ടെന്നുള്ളവർ സമ്മതിച്ചു വരില്ല. മറ്റുള്ളവരുടെ മനോരോഗത്തെ പറ്റിയായിരിക്കും. അത് മനോരോഗം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ പറയും അയാൾ മനോരോഗിയാണ്. അതാണ് ഇവിടെ ജബ്ബാർ മാഷ് എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ തന്നെ മനോരോഗ വിദഗ്ധനും ഭാഷാ പടുവുമൊക്കെ ആയിട്ടുള്ള നമ്മളുടെ ജബ്ബാർ മാഷ് ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ സൂറത്ത് ഖാരിയ, അതായത് 101-ാമത്തെ ഈ സൂറ, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ ഭാഷയിൽ പോലും ഒരു ചിത്രീകരണം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കവിത, മലയാളത്തിലുള്ളൊരു കവിത നമ്മളെടുത്താൽ ആ കവിതയിൽ നിന്ന് നമ്മൾക്ക് ആ കവിതയിൽ പരാമർശിച്ച വസ്തുവിനെ അതിൻ്റെ സ്വഭാവത്തെ ചിത്രീകരിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ കാക്കയെ സംബന്ധിച്ചുള്ളൊരു കവിത ഉണ്ടല്ലോ. കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനൊറ്റ തോഴി ചീത്തകൾ കൊത്തി വലിക്കുകിലും വൃത്തി വെടിപ്പഴുന്നോൾ. ഈ കവിത ഒരു സാഹിത്യത്തെ സംബന്ധിച്ച് അഭിരുചിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു സഹൃദയനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിൽ നിന്ന് കാക്കയുടെ ആ സ്വഭാവം ചിത്രീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്നതിൻ്റെ വർണ്ണമാണ് കൂരിരുട്ടിൻ്റെ കിടാത്തി. എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റ തോഴി എന്ന് പറയുമ്പോൾ അത് സൂര്യൻ ഉദിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സമയത്താണ് അത് എഴുന്നേറ്റ് അത് ശബ്ദം പുറപ്പെടുവിച്ച് പുറത്തു വരുന്നത്. പിന്നെ ചീത്ത കൊത്തി വലിക്കും എന്നതോടൊപ്പം തന്നെ അതിൻ്റെ വൃത്തിയും വെടുപ്പും. ചീത്ത കൊത്തി വലിച്ചാൽ കാക്ക ചെയ്യുന്നൊരു സംഗതിയുണ്ട്. അതതിൻ്റെ ചുണ്ട് 2 ഭാഗത്തേക്ക് ഇട്ടിട്ട് മണ്ണിൽ ഉരസും എന്നുള്ളതാണ്. ഈ ഉരസുമ്പോൾ അതിൻ്റെ ചുണ്ട് വൃത്തിയാവുന്നു. ഇതാണ് കവി അവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ കാക്കയുടെ സ്വഭാവത്തെ, അതിൻ്റെ രൂപത്തെ പോലും ചിത്രീകരിക്കാൻ ഒരു സഹൃദയന് കഴിയുന്നു എന്നുള്ളതാണ്.
ഇത് എല്ലാ ഭാഷയിലുമുണ്ട്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ അത് സഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അല്പം ഭാവനയും സാഹിത്യാഭിരുചിയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് ആ പറഞ്ഞ സംഗതിയെ ചിത്രീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സഹൃദയത്വമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ അതിനുള്ള കുറ്റം കുറവും അതിൻ്റെ അക്ഷരത്തെറ്റ് പിന്നെ അതുപോലെയുള്ള ഗ്രാമർ തെറ്റും ഒക്കെ കണ്ടുപിടിക്കാൻ വലിയ ഉത്സാഹം ചേരും. എന്നാൽ അത് ഉൾക്കൊള്ളുന്ന തത്വമോ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള മികവോ തികവോ അത് ഒരു മനുഷ്യഹൃദയത്തിൽ കോറിയിടുന്ന ചിത്രമോ ഒന്നും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് എന്ന് പറയുന്ന നമ്മളുടെ ആധുനിക യുക്തിവാദി, അത്യാധുനികനായിട്ടുള്ള യുക്തിവാദി, ഖുർആൻ പഠിതാവും ഖുർആൻ പാഠകനും ഖുർആനിൻ്റെ വിശദീകരണക്കാരനും ഒക്കെ ആയിട്ടുള്ള, ഖുർആനെ ഒന്ന് ശരിയാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് രംഗത്ത് വന്നിട്ടുള്ള നമ്മളുടെ മഹാനായിട്ടുള്ള ഈ മാഷയുടെ അവസ്ഥ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അദ്ദേഹം ഈ സൂറത്തിനെ പറ്റി പറയുന്ന വേറെ ചില സംഗതികളുണ്ട്. അത് സൂറത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് സ്വന്തം തന്നെ പൊക്കുക, ഖുർആനിൻ്റെ വിധാതാവായിട്ടുള്ള അള്ളാഹുവിനെ ഇകഴ്ത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മനോരോഗിയായിട്ട് ചിത്രീകരിക്കുക. പിന്നെ അദ്ദേഹം നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരിൽ തിരിഞ്ഞത് ആ നാട്ടുകാരെയും അവരുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ഒക്കെ വലിക്കുകയും ചീത്ത പറയുകയും തെറി പറയുകയൊക്കെ ചെയ്യുന്നതായി ചിത്രീകരിക്കാം. ഇതൊക്കെയാണ് മൂപ്പർക്ക് ചെയ്യാനുള്ളത്. ഓരോരുത്തരും അവനവന് ചെയ്യാൻ കഴിയണമാണല്ലോ ചെയ്യാം. അതിനാണല്ലോ അവരെ അവരുടെ ധർമ്മം അല്ലെങ്കിൽ അവരുടെ നിയോഗം എന്ന് പറഞ്ഞാൽ അതാ. ചില ജന്മങ്ങൾ യഥാർത്ഥത്തിൽ പാഴ് ജന്മങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ പാഴ് ജന്മങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യട്ടെ എന്ന് നമ്മൾക്ക് സമാധാനിക്കാം. സൂറത്തിലേക്ക് കിടക്കുമ്പോൾ ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് പറയാൻ കഴിയും ഇൻഷാ അല്ലാഹ്.